പശ്ചിമേഷ്യയെ ഒന്നടക്കം ഭീതിയിലാഴ്ത്തി അമേരിക്കൻ ഇസ്രയേൽ സഖ്യത്തിനെതിരെ കടുത്ത പ്രതികാര പ്രഖ്യാപനവുമായി ഇറാൻ. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. US ഇസ്രയേൽ സഖ്യം നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമാധികാരി ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇതിന് കാരണക്കാരായ 13 ലോക നേതാക്കളെ വധിക്കുമെന്ന ഒരു മുന്നറിയിപ്പുമായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമം പ്രതികാര പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഔദ്യോഗിക പത്രമായ ഹംഷഹരി ആണ് വധിക്കപ്പെട്ട ആഗോള നേതാക്കളുടെ ചിത്രങ്ങളും വിവരങ്ങളും അടങ്ങിയ ഹിറ്റ് ലിസ്റ്റ് ഓൺലൈൻ വഴി പുറത്തുവിട്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ എന്നിവർ ഉൾപ്പെടെയുള്ള 13 പ്രമുഖരാണ് ഇറാന്റെ വധിക്ക പട്ടികയിൽ ഉള്ളത്. അലി ഖമേനിയുടെ മരണത്തിന് പിന്നാലെ ഇറാന്റെ പുതിയ പരമാധികാരിയായി ചുമതലയേറ്റ മകൻ മുസബ ഖമേനിയുടെ ആദ്യ ഔദ്യോഗിക പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് പത്രം ഈ ഹിറ്റ് ലിസ്റ്റ് പുറത്തുവിട്ടത്. അതും ഈ സംഭവത്തിന്റെ ഗൗരവം എത്രത്തോളമാണെന്ന് വർദ്ധിപ്പിക്കുകയാണ്. തങ്ങളുടെ പരമാധികാരിയെ കൊലപ്പെടുത്തിയ വ്യക്തികളോടുള്ള പ്രതികാരം അല്ലെങ്കിൽ രാജ്യത്തിനോടുള്ള പ്രതികാരം രാജ്യത്തിന്റെ ഒന്നടക്കം ആവശ്യമാണെന്നും അത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നാണ് മുസബ ഖമേനി വ്യക്തമാക്കുന്നത്. ഈ കുറ്റവാളികൾക്ക് തങ്ങളുടെ കിടക്കയിൽ കിടന്നുള്ള സമാധാനപരമായ മരണമെന്ന ആഗ്രഹം വെറുതെ മോഹിച്ചാൽ മതി. തങ്ങൾ തയ്യാറാക്കിയ പട്ടികയിലുള്ളവർ സ്വന്തം ശവക്കുഴിയിലേക്ക് മാത്രമായിരിക്കും ഇനി പോവുക എന്നതായിരുന്നു മുസബയുടെ കടുത്ത മുന്നറിയിപ്പ്. ഇതിന് പിന്നാലെയാണ് പ്രതികൾ എന്ന രീതിയിൽ 13 നേതാക്കളുടെ ചിത്രം പത്രം വധ പട്ടികയായി പ്രസിദ്ധീകരിച്ചത്. പ്രസിഡന്റിനും നെതന്യാഹുവിനും പുറമെ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് എന്നിവരും ഇറാന്റെ ലക്ഷ്യങ്ങളുടെ പട്ടികയിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. യുദ്ധസമയത്ത് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമാതിർത്തി തുറന്നു നൽകുകയും ഇറാന് നേരെ ആക്രമണങ്ങളെ അപലപിക്കാതിരിക്കുകയും ചെയ്തതാണ് യൂറോപ്യൻ നേതാക്കളെ ഇറാൻ ഇപ്പോൾ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇറാന്റെ ഔദ്യോഗിക ഭരണകൂടം ഈ പട്ടികയ്ക്ക് നേരിട്ട് അംഗീകാരം നൽകിയിട്ടില്ലെങ്കിലും ഇറാൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലും ഇറാന്റെ പൂർണ്ണമായ കൺട്രോളിലുള്ള ഈ മാധ്യമം തന്നെ ഇത് പുറത്തുവിട്ടത് ആഗോളതലത്തിലും വലിയ നയതന്ത്ര പ്രതിസന്ധിക്കും സുരക്ഷാ ഭീഷണിക്കും കാരണമായിട്ടുണ്ട്. അതേസമയം ഖമേനിയുടെ വധത്തിന് ശേഷം മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി അമേരിക്ക കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ മിസൈൽ താവളങ്ങൾക്ക് നേരെ അതിശക്തമായ ഒരു ബോംബാക്രമണമാണ് നടത്തിയത്. ഇതിന് പിന്നാലെ തനിക്കെതിരെ വധഭീഷണി ഉയർത്തിയാൽ ഇറാന്റെ തന്ത്രപ്രധാനമായ 140ഓളം സൈനിക കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇരുഭാഗവും നിലപാട് കടുപ്പിച്ചതോടെ പശ്ചിമേഷ്യ ഏത് സമയവും ഒരു വൻ യുദ്ധത്തിലേക്ക് വഴുതി വീഴാമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. കൂടാതെ 3 ദിവസത്തിനകം മുസബ ഖമേനി മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരും, അല്ലെങ്കിൽ ലോകം കാണിക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തുള്ള അലി ഖമേനിയുടെ ശവശരീരം ഖബറടക്കുന്ന ആ സമയത്ത് തന്നെയാണ് മുസബ ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. അതായത് അമേരിക്കയെയും ഇസ്രയേലിനെയും ഉൾപ്പെടെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കും. അതിന്റെ ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മരിച്ചാലും അത് നടപ്പിലാക്കാൻ വേണ്ടി അത് ഇറാനെ ഏൽപ്പിക്കുമെന്നും അതിനുവേണ്ടി ഇവിടെ പ്രവർത്തിക്കാൻ ആൾക്കാർ ഉണ്ട് എന്നും 24 മണിക്കൂറും ഈ ഹിറ്റ് ലിസ്റ്റിലുള്ളവരെ കൊല്ലുകയായിരിക്കും ഇനി അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് മുസബ ഖമേനി ഒരു നിർണായകമായ ഒരു നീക്കം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു.